പുതിയ സർക്കാർ അല്ലെങ്കിൽ ഐക്യ ജനാധിപത്യ മുന്നണി സർക്കാർ അധികാരത്തിൽ വന്ന് ഏറ്റവും കൂടുതൽ കേരളം ചർച്ച ചെയ്യുന്നത് ഓപ്പറേഷൻ തൂഫാനാണ്. പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ തന്നെ രമേശ് ചെന്നിത്തല പറഞ്ഞ ഒരു വാക്കുണ്ട്, നിങ്ങൾ എനിക്ക് ഒരു ദിവസം അധികാരം തരൂ, ലഹരി മാഫിയകളെ കേരളത്തിൽ നിന്ന് ഞാൻ ഇല്ലാതാക്കി തരാമെന്ന് പറഞ്ഞു. പക്ഷെ അന്ന് ഏറ്റവും കൂടുതൽ പരിഹാസമാണ് കേട്ടത്. ആര് വന്നാലും വലിയ മാറ്റങ്ങളൊന്നും, അല്ലെങ്കിൽ ഏത് സർക്കാർ വന്നാലും വലിയ മാറ്റങ്ങളൊന്നും കൊണ്ടുവരാൻ കഴിയില്ലെന്ന്. അത് കഴിഞ്ഞ് അദ്ദേഹം പ്രതിപക്ഷ നേതാവല്ല, വെറും ഹരിപ്പാട് MLA ആയിരിക്കുമ്പോൾ പോലും ലഹരിക്കെതിരെ ശക്തമായി പോരാടിയ വ്യക്തിയാണ്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, യുവാക്കളെ, കേരളത്തിലെ യുവാക്കളെ ലഹരിക്ക് വിട്ടുകൊടുക്കില്ല, കേരളം ലഹരിയുടെ ഹബ്ബാക്കി മാറ്റാൻ ഞാൻ അനുവദിക്കില്ല എന്ന് അദ്ദേഹം പ്രതിപക്ഷത്തിരിക്കുന്ന സമയം പോലും അദ്ദേഹം നിരന്തരം ആവശ്യപ്പെട്ടു. അന്നത്തെ സർക്കാരിനെ നിരന്തരം വിമർശിച്ചു. അതിനുശേഷം ഐക്യ ജനാധിപത്യ മുന്നണി സർക്കാർ അധികാരത്തിലെത്തുമ്പോൾ അദ്ദേഹം ആഭ്യന്തര വകുപ്പ് മന്ത്രിയായി വരുമ്പോൾ ആദ്യം പ്രഖ്യാപിച്ചത് തൂഫാൻ, കേരളത്തിലെ ലഹരി മാഫിയകളെ ഇല്ലാതാക്കാൻ വേണ്ടി തൂഫാൻ എന്ന പദ്ധതിയുമായി അദ്ദേഹം മുന്നോട്ട് പോകുന്നു, കേരള പോലീസിന്റെ നേതൃത്വത്തിൽ. ആ തൂഫാനുമായി മുന്നോട്ട് പോകുമ്പോൾ കേരളത്തിന് ഒരുപാട് ആശങ്ക ഉണ്ടായിരുന്നു, ഈ പദ്ധതി എങ്ങനെ വിജയം കാണും, ഇത് വെറും ഒരു അവയർനെസ് പദ്ധതി ആയിരിക്കും, സ്കൂൾ കോളേജുകൾ കേന്ദ്രീകരിച്ചാണ് എന്നുള്ള തെറ്റിദ്ധാരണയൊക്കെ ആദ്യം ഉണ്ടായിരുന്നു. ഒരിക്കലും കേരളത്തിലെ ലഹരി മാഫിയകളെ ഒന്നടങ്കം അല്ലെങ്കിൽ ഒറ്റയടിക്ക് ഇല്ലാതാക്കാമെന്നൊരു താല്പര്യം, അല്ലെങ്കിൽ ഇല്ലാതാക്കാൻ കഴിയുന്ന ഒരു വിശ്വാസം രമേശ് ചെന്നിത്തലയ്ക്കും ഉണ്ടായിരുന്നില്ല. പക്ഷേ തൂഫാനുമായി പോകുമ്പോൾ, അല്ലെങ്കിൽ തൂഫാൻ എന്ന പദ്ധതിയുമായി മുന്നോട്ട് പോകുമ്പോൾ രമേശ് ചെന്നിത്തല പോലും കേരളത്തിൽ ഇത്രത്തോളം ലഹരി ഒഴുകുന്നുണ്ടെന്ന് ചിന്തിച്ചിട്ടില്ലായിരിക്കണം. എന്തായാലും ഇന്നിപ്പോ നിയമസഭയിൽ അദ്ദേഹം ആ കണക്കുകളൊക്കെ വ്യക്തമായി പറയുന്നുണ്ട്. ഓപ്പറേഷൻ തൂഫാൻ കേരളത്തെ തൂക്കിയില്ലേ? തീർച്ചയായും ഇതുവരെ 2954 കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും 3176 ആളുകളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ട് കേരളം വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഈ സർക്കാരിനെയും ആഭ്യന്തര വകുപ്പിനെയും നോക്കിക്കാണുന്നത്. പ്രത്യേകിച്ച് കേരളം ഏറെക്കാലമായി മയക്കുമരുന്നിന്റെ ഹബ്ബായി മാറുന്നുവെന്ന് പല ഭാഗത്തുനിന്നും വിമർശനം ഉയർന്നിരുന്നു. അത് സർക്കാരുകളുടെ കുറ്റമാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും ഇത്തരത്തിൽ മയക്കുമരുന്ന് ഒഴുകുന്ന ഒരു കാലഘട്ടത്തിലൂടെ തന്നെയാണ് പോകുന്നത്. അതിന്റെ ഒരു അലയൊലികൾ കേരളത്തിലേക്കും വന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നേരത്തെ സിന്തറ്റിക് ഡ്രഗ്സ് ലഭിച്ചിരുന്നത് രാജ്യത്തെ വൻകിട നഗരങ്ങളിലായിരുന്നു. അതായത് ഡൽഹി, ബോംബെ, ബംഗളൂരു, ലക്നൗ പോലെയുള്ള വൻകിട നഗരങ്ങളിലായിരുന്നു സിന്തറ്റിക് ഡ്രഗ് ലഭിച്ചതെങ്കിൽ ഇപ്പോൾ അത് നാട്ടിൻ പ്രദേശങ്ങളിൽ പോലും സുലഭമായി ലഭിക്കുന്നു. MDMA, കൊക്കൈന്, അതോടൊപ്പം തന്നെയുള്ള അത്തരത്തിലുള്ള ലഹരികൾ, കഞ്ചാവ് പോലെയുള്ള മാരക ലഹരികൾ ഉൾപ്പെടെ കേരളത്തിന്റെ ഗ്രാമീണ മേഖലകളിൽ പോലും സുലഭമായി ലഭിക്കുകയും കേരളത്തിലേക്ക് ഈ ലഹരികൾ ഭൂരിഭാഗവും എത്തുന്നത് തൊട്ടയൽ സംസ്ഥാനമായ കർണാടകയിൽ നിന്നാണ്. ബംഗളൂരു കേന്ദ്രീകരിച്ച് MDMA വ്യാപകമായ നിർമ്മാണവും വിൽപ്പനയും അവിടെ തകൃതിയായി നടക്കുന്നുണ്ട്. ഇതിന്റെ പിന്നാമ്പുറ കഥകളിലേക്ക് പോകുമ്പോൾ ആരാണിത് നിർമ്മിക്കുന്നതെന്നോ ആരാണിത് വിൽപ്പന നടത്തുന്നതെന്നോ കൃത്യമായി പോലീസ് സംവിധാനത്തിന് അറിയാൻ സാധിക്കാത്ത ഒരു കാര്യമാണ്, അല്ലെങ്കിൽ എക്സൈസ് സംവിധാനത്തിന് അറിയാൻ സാധിക്കാത്ത ഒരു കാര്യമാണ്. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, അവിടെ പല ആളുകളിൽ നിന്നും ലഭ്യമായ വിവരപ്രകാരം മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ഈ ബംഗളൂരുവിൽ നിന്ന് കേരളത്തിലേക്ക് വരുന്ന സ്വകാര്യ ബസ്സുകളും KSRTC അടക്കമുള്ള ബസ്സുകളിൽ കാര്യമായ പരിശോധന നേരത്തെ ഉണ്ടായിരുന്നില്ല. 3 ചെക്ക് പോസ്റ്റുകൾ വഴിയാണ് കർണാടകയിൽ നിന്നുള്ള ബസ്സുകൾ കേരളത്തിലേക്ക് കടന്നു വരുന്നത്. തലപ്പാടി, മുത്തങ്ങ, വാളയാർ, ഈ 3 ചെക്ക് പോസ്റ്റുകളിലൂടെ കടന്നു വരുന്ന വാഹനങ്ങളിൽ കൃത്യമായ പരിശോധന പലപ്പോഴും നടക്കാറില്ല, അല്ലെങ്കിൽ ഈ ബസ്സുകളിൽ നടക്കാറുണ്ടായിരുന്നില്ല. ആ ബസ്സുകൾ കേന്ദ്രീകരിച്ചായിരുന്നു ആദ്യകാലങ്ങളിൽ ഇത്തരത്തിൽ സിന്തറ്റിക് ലഹരികൾ കേരളത്തിലേക്ക് എത്തിയിരുന്നത്. പിന്നീട് ഇതിന്റെ വലിയ ലാഭമാണ് ഈ കച്ചവടത്തിലൂടെ ലഭിക്കുന്നതെന്ന് പോലീസ് ഉദ്യോഗസ്ഥരും എക്സൈസുമാരുള്ള സംസാരത്തിൽ പലപ്പോഴും മനസ്സിലായിട്ടുണ്ട്. അത് കൊണ്ട് തന്നെ പല ആളുകളും ഇതിന്റെ കരിയർമാരും ഇതിന്റെ വിൽപ്പനക്കാരും എല്ലാമായി മാറുകയും ഇത് ഉപയോഗിക്കുന്ന ആളുകൾ പിന്നീട് വാങ്ങാൻ പണമില്ലാതെ, ഇത് ഗ്രാമിന് 3000-4000 രൂപ കൊടുത്ത് വാങ്ങാൻ പണമില്ലാതെ ഇത് വിൽപ്പനയിലേക്ക് തിരിയുന്ന ഒരു സാഹചര്യമുണ്ട്. പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ളവർ ഈ റാക്കറ്റിന്റെ വലയിലാകുന്നത് അത്തരത്തിലാണ്. എന്തായാലും ഓപ്പറേഷൻ തൂഫാൻ വന്നതിന് ശേഷം ഈ അതിർത്തി ചെക്ക് പോസ്റ്റുകളിലൂടെ കടന്നു വരുന്ന സ്വകാര്യ ബസ്സുകളിലും KSRTC ബസ്സുകളിലും ഇതര സംസ്ഥാനങ്ങളിലെ ബസ്സുകളിലുമൊക്കെ വ്യാപകമായ പരിശോധനകൾ നടത്തുകയും ഇത് ഞാൻ നേരത്തെ പറഞ്ഞ 3176 ആളുകളെ വിവിധ കേസുകളായി രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഓപ്പറേഷൻ തൂഫാൻ കേരളത്തിലെ ജനങ്ങൾ കൈയടിക്കേണ്ട ഒരു പദ്ധതിയാണ്. കേരളത്തിലെ യുവാക്കളെ കൊടിയ മയക്കുമരുന്നിന്റെ അടിമകളാക്കി മാറ്റി അവരുടെ മസ്തിഷ്കം അകാലത്തിൽ കൊല്ലാനുള്ള ഒരു നീക്കമാണ് ഈ മയക്കുമരുന്ന് ലോബിയുടെ ഭാഗത്തുണ്ടാകുന്നത്. കേരളീയ യുവത്വം അറിഞ്ഞോ അറിയാതെയോ ഈ ചതിക്കുഴിയിൽപ്പെട്ട് ഉഴലുന്ന ഒരു ഘട്ടത്തിലാണ് ഇത്തരം ഒരു പദ്ധതിയുമായി രമേശ് ചെന്നിത്തലയും കോൺഗ്രസ് സർക്കാരും കടന്നു വന്നത്. ഈ പദ്ധതിക്ക് ജനങ്ങളുടെ ഭാഗത്തുനിന്നും വലിയ പിന്തുണയാണുള്ളത്. നേരത്തെ എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിൽ ഇതര സംസ്ഥാനക്കാർ കേരളത്തിൽ ഏറ്റവും കൂടുതൽ താമസിക്കുന്ന ഒരു പ്രദേശമാണ് പെരുമ്പാവൂർ. ആ പെരുമ്പാവൂരിലടക്കം കൃത്യമായി പോലീസിന്റെ റെയ്ഡ് നടക്കുന്നു. പോലീസ് കൃത്യമായി അവിടെ നടപടികൾ സ്വീകരിച്ച് വലിയ തരത്തിലുള്ള മയക്കുമരുന്ന് ശൃംഖലയുടെ
അതിന്റെ കണ്ണികൾ ഒടിക്കാൻ, ഇത് പൂർണ്ണമായും ഇല്ലാതാക്കാൻ ഒരു ദിവസം കൊണ്ടോ ഒരു മാസം കൊണ്ടോ ഒരു വർഷം കൊണ്ടോ കേരളത്തിൽ കഴിയില്ല. പതിയെ പതിയെ ഇതിന്റെ കണ്ണികൾ അറുത്തു മാറ്റാനുള്ള നീക്കമാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ആരംഭിച്ചിരിക്കുന്നത്. അത് ഒരു പരിധിവരെ വിജയിക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഇതൊരു സർക്കാരോ പോലീസോ എക്സൈസോ വിചാരിച്ചാൽ മാത്രം നടക്കുന്ന കാര്യമല്ല. കേരളത്തിലെ പൊതുസമൂഹം ഒറ്റക്കെട്ടായി കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ജാതിമത ചിന്തകൾക്കതീതമായി രംഗത്തിറങ്ങിയാൽ മാത്രമേ ഈ പദ്ധതി വിജയിപ്പിക്കാൻ കഴിയൂ. അത്തരത്തിൽ പോരാടിയാൽ ഇതിന്റെ കരാളഹസ്തത്തിൽ നിന്നും ചെറുപ്പക്കാരെ, യുവത്വത്തെ മോചിപ്പിക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. മാറി വന്ന സർക്കാരുകൾ 2010, 12, 11, 13 കാലഘട്ടത്തിലൊന്നും ഇത്തരത്തിൽ സിന്തറ്റിക് ലഹരിയുടെ മാരകമായ ഒരു ഒഴുക്ക് കേരളത്തിൽ ഉണ്ടായിരുന്നില്ല. ഈ കൊറോണയ്ക്ക് ശേഷമാണ് ഇത് വ്യാപകമായി കേരളത്തിലേക്ക് ഒഴുകാൻ തുടങ്ങിയത് എന്നതാണ് ഒരു യാഥാർത്ഥ്യം. പക്ഷേ പലപ്പോഴും ഇതിന്റെ കരിയർമാർ മാത്രമാണ് അറസ്റ്റിലായിരുന്നത്. എന്നാൽ ഇപ്പോൾ ഇതിന്റെ നിർമ്മാതാക്കളെ, കാരണം ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് പഠിച്ചപ്പോൾ മനസ്സിലാക്കുന്നത്, ഇത് വാറ്റിയെടുക്കുന്ന, അല്ലെങ്കിൽ ഇത് പല കെമിക്കൽ ഉപയോഗിച്ചാണ് ഈ MDMA പോലെയുള്ള മാരക മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്നത്. ഇത് ആഫ്രിക്കൻ വംശജരായ ആളുകൾ അവിടെ നിന്നും അവരെ ഇവിടേക്ക് കൊണ്ടുവന്നിട്ടാണ് ലാബിൽ നിർമ്മാണം നടത്തുന്നത്. അത്തരം ലാബുകൾ കണ്ടെത്താനും അതിന്റെ നിർമ്മാണത്തിന് നേതൃത്വം നൽകുന്ന ആളുകളെ പിടികൂടാനും കഴിഞ്ഞിട്ടുണ്ട്. ഇത് കൃത്യമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ, ഈ പദ്ധതി കൃത്യമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ കേരളത്തെ മയക്കുമരുന്നിൽ നിന്ന് മോചിപ്പിക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ തർക്കമുണ്ടോ? ഒരു തർക്കവുമില്ല. ഇതുപോലെ, അല്ലെങ്കിൽ ഇത് പുതിയ സർക്കാർ അധികാരത്തിൽ വന്നതിന്റെ ഒരു ആവേശം മാത്രമായി പോവുകയും പിന്നീട് ഇത് വലിയ രീതിയിൽ ഫോളോ അപ്പ് ചെയ്യാതെ പോവുകയും ചെയ്യുകയാണെങ്കിൽ ഇത്രയും എഫേർട്ട് എടുത്തത് വെറുതെ ആകും. പക്ഷെ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. കാര്യം ഇത് അല്ലെങ്കിൽ 5 വർഷം തന്നെ സർക്കാർ ഇറങ്ങുന്ന കാലം വരെയും, അല്ലെങ്കിൽ അടുത്ത സർക്കാർ, അല്ലെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പ് വരെയും രമേശ് ചെന്നിത്തല ഈ ഓപ്പറേഷൻ തൂഫാനുമായി പോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാര്യം അദ്ദേഹം പ്രതിപക്ഷത്തിരുന്നപ്പോൾ നിരന്തരം ആവശ്യപ്പെട്ട കാര്യമാണ്. കേരളത്തിലെ ഒരിക്കലും ലഹരി മാഫിയകൾക്ക് വിട്ടുകൊടുക്കില്ല, അല്ലെങ്കിൽ ലഹരിയുടെ ഹബ്ബാക്കാൻ കേരളത്തെ അനുവദിക്കില്ല എന്ന് പറയുന്നു. കേരള പോലീസ് വളരെ കൃത്യമായിട്ടാണ്, കേരള പോലീസിന്റെ ഒഫീഷ്യൽ സൈറ്റുകളിലടക്കം ആളുകൾ കമന്റ് ഇടുകയാണ്. ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന ബസ്സുകളാണ് പരിശോധിക്കേണ്ടത് എന്ന് പറയുമ്പോൾ അടുത്ത ദിവസം അവർ അത് പരിശോധിക്കാൻ വേണ്ടി പോവുകയാണ്. അത്തരത്തിൽ വളരെ കാര്യക്ഷമമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ലഹരിക്ക് കേരളത്തെ വിട്ടുകൊടുക്കില്ല എന്ന് ഈ പുതിയ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോ രമേശ് ചെന്നിത്തല എന്തായാലും വളരെ ശക്തമായി തന്നെയാണ്. രമേശ് ചെന്നിത്തല ചേട്ടൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ രാഷ്ട്രീയമോ ജാതിമത വ്യത്യാസമോ ഇല്ല, കേരളത്തെ വീണ്ടെടുക്കാനാണ്, ഈ ലഹരി മാഫിയകളിൽ നിന്ന് കേരളത്തെ രക്ഷപ്പെടുത്താൻ. പക്ഷെ മറുവശത്ത് ഒരു കാര്യം കൂടി ചെയ്യേണ്ടതുണ്ട്. സ്കൂൾ വിദ്യാർത്ഥികളും കോളേജ് വിദ്യാർത്ഥികളും പെൺകുട്ടികളടക്കം, ഇന്നും രമേശ് ചെന്നിത്തല സഭയിൽ പറഞ്ഞിട്ടുണ്ട്, പെൺകുട്ടികളടക്കം ഇതിന്റെ ഏജന്റുമാരായി മാറിയിട്ടുണ്ട്. അവരെ എങ്ങനെ ഇതിൽ നിന്ന് മോചിപ്പിക്കാം എന്നൊരു ചോദ്യം കൂടിയുണ്ട്. ലഹരി നിരന്തരമായി ഉപയോഗിക്കുന്നവർ, അവർക്ക് പിന്നീട് പണമില്ലാതെ അവർ കച്ചവടത്തിനായി ഇറങ്ങുന്നു. അവരെ ഇതിൽ നിന്ന്, അല്ലെങ്കിൽ ഓപ്പറേഷൻ തൂഫാനുമേ അറസ്റ്റ് ചെയ്യുമ്പോൾ ആദ്യമൊക്കെ ആരാണോ കയ്യിൽ, ഇപ്പൊ ഉദാഹരണത്തിന് കഞ്ചാവാണെങ്കിൽ ആരാണോ ആ വ്യക്തിയെ മാത്രമാണ് പിടിക്കുന്നത്. ഇത് അങ്ങനെയല്ല, ആ കണ്ണിയെ മുഴുവനായി ചോദ്യം ചെയ്ത് പിടിച്ചെടുക്കുന്ന ഒരു രീതിയിലേക്ക് പോയിട്ടുണ്ട് പോലീസും സർക്കാരും ഒക്കെ. അതൊക്കെ നല്ലതാണ്. പക്ഷെ ഇതിൽ അബദ്ധത്തിൽ പോയ വിദ്യാർത്ഥികളുണ്ട്. അവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള കാര്യം കൂടി ചെയ്യേണ്ട ഒരു ബാധ്യത സർക്കാരിനുണ്ട്. അല്ലെങ്കിൽ അവരെ നമുക്ക് തള്ളിക്കളയാനാകില്ല. വരും തലമുറയ്ക്ക് ഒരു പ്രശ്നം, അല്ലെങ്കിൽ വരും തലമുറ ലഹരി നുണയാതിരിക്കണം എന്ന് പറയുമ്പോൾ പോലും ലഹരിയിൽ അടിമപ്പെട്ടു പോയവരെ രക്ഷിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ കൂടി സർക്കാർ ചെയ്യേണ്ടതുണ്ട്. നിരന്തരം ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ മാത്രം, അല്ലെങ്കിൽ നിരന്തരം ഇത്തരം കാര്യങ്ങളുമായി മുന്നോട്ട് പോവുകയും ഓപ്പറേഷൻ, ഒരിക്കലും കേരള പോലീസ് ഇത് മതിയാക്കാം, അല്ലെങ്കിൽ മതി എന്ന ഒരു ആറ്റിറ്റ്യൂഡ് എടുത്താൽ ഇത് ഇത്രയും നാൾ അവർ ചെയ്ത കാര്യത്തിനൊരു ഫലമില്ലാതെ പോകും. അതുകൊണ്ട് തന്നെ ഓപ്പറേഷൻ തൂഫാനുമായി സർക്കാർ മുന്നോട്ട് പോകണം. അത് സർക്കാരിന് 5 വർഷം കഴിയുമ്പോൾ, ഇപ്പൊ ആദ്യം 1 മാസം കഴിഞ്ഞപ്പോൾ തന്നെ സർക്കാരിന്റെ ഗ്രാഫ് ഉയർത്തിയ ഒരു കാര്യം എന്ന് പറയുന്നത് ഓപ്പറേഷൻ തൂഫാനാണ്. സോഷ്യൽ മീഡിയയിലടക്കം നമ്മൾ രമേശ് ചെന്നിത്തലയുടെ കാര്യം പറയുന്നത് സോഷ്യൽ മീഡിയ കീഴടക്കാൻ ഒരിക്കൽ പോലും രമേശ് ചെന്നിത്തലയ്ക്ക് കഴിഞ്ഞിട്ടില്ല എന്നാണ്. എന്നാൽ അത് പുതിയ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ മാറിയിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിലടക്കം ഓപ്പറേഷൻ തൂഫാനും ആഭ്യന്തര വകുപ്പ് മന്ത്രിയുമാണ്. ഇങ്ങനെ ഒരാൾ ആഭ്യന്തര വകുപ്പ് മന്ത്രി 5 വർഷം മുൻപ് എന്തേ ആയില്ല എന്ന് ചോദിക്കുന്നവർ പോലുമുണ്ട്. അപ്പൊ ആ രീതിയിലേക്ക് ഉയർത്താൻ, സർക്കാരിന്റെ ഗ്രാഫ് ഉയർത്താൻ ഓപ്പറേഷൻ തൂഫാനും രമേശ് ചെന്നിത്തലയ്ക്കും കഴിഞ്ഞിട്ടുണ്ട്. അത് 5 വർഷവും തുടരുക തന്നെ വേണം. ഒരു ദിവസം കൊണ്ടോ, ചേട്ടൻ ഒരു ദിവസം കൊണ്ടോ, ഒരു മാസം കൊണ്ടോ, ഒരു വർഷം കൊണ്ടോ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയില്ലെങ്കിലും ചെറിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.